നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു റിസോർട്ടിലെങ്കിലും പോയി താമസിക്കുന്നതാണ് എൻ്റെ മമ്മി പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ വിന്താം റിസോർട്ട്, അത് റമദ ബൈ വിന്താം എന്ന് പറഞ്ഞ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റിസോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഫോർട്ട് കൊച്ചി എല്ലാം പോയി കണ്ടു, അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങി. അതിനുശേഷമാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മൊത്തം ചീനവല്ല, ഒരുപാടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഫോർട്ട് കൊച്ചിയൊക്കെ ഇറങ്ങി അവിടുന്ന് നേരെ റിസോർട്ടിലേക്ക് വരുന്നതാണ് ഈ വഴിയെടുത്തത്. അല്ലെങ്കിൽ ഈ സീനറി ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ റമദ ബൈ വിന്ദം എന്ന് പറഞ്ഞ റിസോർട്ടിലെത്തി. അവിടുത്തെ റിസപ്ഷനിലാണിപ്പോൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറമേന്ന് വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ഉള്ളിൽ കയറി റിസപ്ഷനൊക്കെ കഴിഞ്ഞ് പുറത്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ ഒരു സംഭവം ഒരു അതിഗംഭീരമായ റിസോർട്ടാണെന്ന് മനസ്സിലാക്കിയത് കേട്ടോ. ശരിക്കും പറഞ്ഞൊരു തായ്ലൻഡ് ബാലി വൈബാണ് ഇവിടെ ഇതിനുള്ളിൽ വരുമ്പോൾ കിട്ടുന്നത്. മനോഹരമായ ലോണും നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത ലോൺസൊക്കെ. നമ്മളിപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടുത്തെ ലോണൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെ ഒരുപാട് നടക്കുന്നൊരു സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2-3 നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഫിറ്റ്നസ്. മറ്റേ ഷൂട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. ഇവിടെ ആർച്ചറി, ഫിഷിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല. ഈ ഫെനലാണോ ബാറ്? ഫെനലാണോ ബാറ്? പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണോ? ഇവിടെ 3 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, ഒരു കോണ്ടിനെൻ്റൽ ഔട്ട്ലെറ്റ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഒരു ബാറ്. ഇതാണ് നമ്മളെ റൂം. താഴെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, മുകളിലാണ് റൂം. നമുക്ക് 2 റൂമുണ്ട്. Thank you. Oh. നമ്മളെ റമദേ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്. Thank you. ഹലോ, എൻ്റെ ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഇവിടെ അങ്ങോട്ട് ചാടാല്ലേ ശരിക്കും? ഇതാണ് നമ്മളെ പൂൾ വ്യൂ വിത്ത് ബാക്ക് വാട്ടർ വ്യൂ. ഓഹോ, അടിപൊളി, നല്ല വ്യൂ.
പൂളെന്തായാലും അടുത്ത് തന്നെ ആയില്ലേ. ഇതാണ് നമ്മളെ ഇന്നത്തെ റിസോർട്ട്, റമദ ബൈ വിന്ദാം. അടിപൊളിയല്ലേ? ബാക്കിൽ പൂളുണ്ട്, അതുപോലെ തന്നെ മറ്റേ ബാക്ക് വാട്ടർ. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ പൂൾ വില്ല, റമദ ബൈ വിന്ദാം. ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണെന്ന് പറയണം. നല്ല വ്യൂ ആണ് നമ്മളെ റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിന് തന്നെ ഈ നമുക്ക് കൊടുക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ, അത് വർത്താണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 24,000 ആണ് നമ്മൾ പേ ചെയ്തത് ഈ 2 റൂമിന് വേണ്ടിയിട്ട്. അത് എനിക്ക് തോന്നുന്നു വർത്താന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റൂംസാണ്, ബെഡൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റൂം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ റൂം. അപ്പോൾ അടുത്ത പരിപാടി പൂളിലേക്ക് ഇറങ്ങുന്ന പരിപാടിയാണ്. പൂളിൽ പോയി ഒന്ന് കുളിക്കണം. പക്ഷേ ഞങ്ങളാരും പൂൾ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. സോ ഗൈസ്, ഫൈനലി നമ്മൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴി നമ്മൾ പൂൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തു. അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂളിലെത്തി. സ്വിഗ്ഗിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നപ്പോഴാണ് മനസ്സിലായത്. ഇൻസ്റ്റാമാർട്ടിൽ എല്ലാ സംഭവം കിട്ടുന്നു ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ പൂളിലിറങ്ങി. അടിപൊളി പൂളാണ്. കേരളത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പൂള് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അടിപൊളി സെറ്റപ്പ് പൂളാണ്. ഒരുപാട് നീളമുണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂളാണ്. പിന്നെ ഇവിടെ നല്ല കോക്ടെയിൽസൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബിയറും കോക്ടെയിൽസൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി സെറ്റപ്പാക്കി നന്നായിട്ട് എൻജോയ് ചെയ്തു പൂളിൽ. ഞങ്ങൾ അധികം വേറെ പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഇവിടെ പൂളിലുള്ളൂ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ വേറെ ഇഷ്ടംപോലെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷെ അവരാരും കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ പൂളിൽ നിന്ന് കയറുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാരും പൂളിലേക്ക് വന്നു തുടങ്ങിയത്. അങ്ങനെ സമയം ഇരട്ടി. ഞങ്ങൾ ഒന്ന് മയങ്ങി എണീറ്റു. അപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. പുറത്ത് പോയി ഫുഡ് കഴിക്കണം. പുറത്തെന്ന് പറഞ്ഞാൽ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കണം. തായ്ലാൻഡിലെ റിസോർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരു തായ്ലാൻഡ് വൈബാണ് എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയത്. മെയിനായിട്ട് ആ ഒരു സെറ്റിങ്സും ഈ ഒരു വരാന്തയും പിന്നെ അതിൻ്റെ ചുറ്റും ഉള്ള പ്ലാൻസും. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ, ഇതാന്ന് തോന്നുന്നു ഫെനൽ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണോ, പേരോടെ എഴുതി വെച്ചിട്ടില്ല. ഈ സംഭവം കൊള്ളാം. ഈ അടിപൊളി. ഇവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നടക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ. പാട്ടൊക്കെ ഉണ്ട്. റെജി പാട്ട് കേട്ടിരിക്കുന്നുണ്ട് അവിടെ. കൊഴുവ കഴിച്ച് പാട്ട് കേൾക്കുന്ന റെജി. കൊഴുവ എങ്ങനെയുണ്ട്? കൊഴുവിങ് നൊസ്റ്റാൾജിയ സോങ്സും. പേൾ സ്പോട്ട് വരിക, കഴിക്കുക. അടിപൊളി ആംബിയൻസ് ഉണ്ട് അവിടെ. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ട് അവിടെ. ഓപ്പൺ സ്പേസ് ആണെങ്കിലും വലിയ ചൂടില്ലായിരുന്നു. ഫ്രണ്ടിലൊരു റിസോർട്ട് വേറെ ഉണ്ട് കേട്ടോ, വേറെ റിസോർട്ട് ഉണ്ട്. എന്തായിരിക്കും അത്? റിസോർട്ട് തന്നെ ആയിരിക്കുമല്ലോ അത് ഫ്രണ്ടിൽ കാണുന്നത്. ആരെങ്കിലും വീടായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ സിംഗർ. അൺപ്ലഗ്ഡ്. ഇതാണ് നമ്മൾ പറഞ്ഞ കരിമീൻ, പിന്നെ കൊഞ്ച്. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി. ഇവിടെ വന്നപ്പോൾ
ബാൽക്കണിയിൽ കയറിയപ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച, പൂളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് വർത്തമാനങ്ങളും വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞിരുന്നു. സമയം പോയതറിഞ്ഞില്ല, ഒരുപാട് ലേറ്റായി. ഇനിയിപ്പം എല്ലാം കിടന്നുറങ്ങണം. ഇതൊരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു, റമദാ ബൈ വിന്ദം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ ആയിരുന്നു. നല്ല ഫുഡ്, നല്ല ആംബിയൻസിനാണ് ഇവിടെ പൈസ കൊടുക്കേണ്ടത്. നമ്മൾ വേറെ ഒന്നിനും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഒരു ആംബിയൻസിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ വീണ്ടും എഴുന്നേറ്റു. സൺറൈസാണ്. പുറത്ത് ആരോ മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ കായലിരുന്നിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പിള്ളേരൊന്നും ഇതുവരെ എണീറ്റിട്ടില്ല. നമ്മളെന്തായാലും നേരത്തെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യണം ഇവിടുന്ന്, നേരെ തൃശ്ശൂർക്കാണ്. അങ്ങനെ തൃശ്ശൂരെത്തി ഞങ്ങൾ ഓലയിൽ കയറി വീണ്ടും ലഞ്ച് അടിക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട, പിന്നെ പിടി, കോഴി, ബിരിയാണി. ഒരു റജി പറഞ്ഞിരിക്കുന്ന ഇലയിലുള്ള ബിരിയാണി സദ്യ, ഇങ്ങനൊരു സംഭവം തൃശ്ശൂർ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ത് പറഞ്ഞാലും തൃശ്ശൂർ ഈ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ ഈ ഫുട്ബോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.